ആട് ജീവിതം ലോകത്തുള്ള മലയാളികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ഒരു നോവലായിട്ടാണ് ആടുജീവിതം കണക്കാക്കുന്നത്. അത് എഴുതിയത് ബെന്യാമിനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തുള്ള ഏകദേശം 1 കോടിയുടെ അടുത്ത് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ, അറബ് നാടുകളിൽ പോയിട്ട് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനം മലയാളികളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗൾഫ് സ്വാധീനം എന്ന് പറഞ്ഞാൽ വളരെ വലുതുമാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അവിടെയുള്ള ഭരണാധികാരികളെ ആയാലും അതുപോലെ തൊഴിൽ ദാതാക്കളായിട്ടുള്ള അറബ് പൗരന്മാരെയൊക്കെ അവർക്കൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറിയൊരു ശതമാനം ആളുകൾ അവിടെ പോയിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. അതിപ്പോൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ലോകത്തിലെ എവിടെ ആയാലും ഏത് കാലത്തായാലും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ചൂഷണത്തിന് വിധേയമാണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെ കുടുങ്ങിപ്പോകുന്ന ഒരാളുടെ കഥയാണ് ആടുജീവിതം. നജീബ് എന്ന ഒരു പാവ മനുഷ്യൻ. അയാൾ ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഗൾഫിൽ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു. അപ്പോൾ അത് അയാളുടെ സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ട ആരോ ആണെന്ന് വിചാരിച്ചിട്ട് അയാളുടെ കൂടെ പോയി കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് പെട്ടുപോയി എന്നുള്ളത്. കാരണം ഇയാളോട് പറഞ്ഞ ആ ഒരു ലക്ഷണമൊന്നും പോണ വഴിക്ക് കാണുന്നില്ല. കാരണം ടൗണൊക്കെ വിട്ട് കഴിഞ്ഞ് പിന്നെ കിലോമീറ്റർ കണക്കിന് വെറും മരുഭൂമികൾ മാത്രമാണ്. അങ്ങനെ ഒരുപാട് ദൂരം പോയിട്ട് ഏതോ മരുഭൂമിയുടെ നടുക്ക് ആണ് ഇയാൾ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇയാൾക്ക് ഭാഷ അറിയില്ല. കൊണ്ടുപോയ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ ആട്ടുംകൂട്ടങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് യാതൊരു സാധ്യതയില്ല എന്ന് മനസ്സിലായി. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിലൊന്നും വിജയിച്ചില്ല. പിന്നെ അയാൾ ആ ആടുകളുടെ കൂടെ ആടുജീവിതം നയിക്കുകയാണ്. പതുക്കെ അയാളുടെ നാട്ടിലെ ഓർമ്മകൾ വരെ പോയി തുടങ്ങി. എന്നിട്ടും ആ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ആടുകൾക്കൊക്കെ അയാൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരിട്ട് വിളിക്കുമായിരുന്നു. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെറും ആട്ടുംപാൽ, പിന്നെ ആടുകൾക്കുള്ള ഭക്ഷണമായാലും വെള്ളമായാലും അതൊക്കെ തന്നെയാണ് ഇയാൾക്കും ഉള്ളൂ. അപ്പം അങ്ങനെ വളരെ ദുരിതപൂർവമായിട്ടുള്ള ആ ഒരു ജീവിതം നയിക്കുന്ന നജീബ് എന്ന വ്യക്തി ഈ നോവൽ വായിച്ച എല്ലാ ആളുകളുടെയും മനസ്സിലുണ്ടാവും. ഇനി കഥ തുടരുന്നുണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇനി ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സംവിധായകൻ ബ്ലസ്സിയുടെ ഒരുപാട് വർഷത്തെ അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ സംവിധായകൻ ഈ നോവലിനോടും അതുപോലെ ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിരാജ്, നജീബ് എന്ന ആ കഥാപാത്രത്തോടും ആ ജീവിച്ചിരിക്കുന്ന ആ കഥാപാത്രത്തോടും 100% നീതി പുറത്തേക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നജീബിൻ്റെ ചില സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഞെട്ടലോടെ മാത്രമേ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില സീനുകളൊക്കെ ഉണ്ട്. അതുപോലെ നജീബിനെ വെള്ളം കിട്ടാതെ ദാഹിച്ച് വരളുന്ന സന്ദർഭത്തിലൊക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ചില ആളുകളൊക്കെ ബാഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതാണ്. അതായത് അത് കാണുമ്പോൾ നമ്മുടെ തൊണ്ട വരെ വരളുന്നുണ്ട്. അതായത് നമ്മളും ആ ഒരു മരുഭൂമിയുടെ നടുക്ക് പെട്ടുപോയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പം സിനിമയെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്തായാലും അതിൻ്റെ സംവിധാനമായാലും അതിൻ്റെ ഫോട്ടോഗ്രാഫി വളരെ മികച്ചതാണ്. പിന്നെ സംഗീത സംവിധാനം AR റഹ്മാനാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി, വിജയകുമാർ
എന്തായാലും അതിൻ്റെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ കഴിവിൻ്റെ പരമാവധി ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ റിസൾട്ട് ഇതിൽ കാണാനുണ്ട്. ഇത് നമ്മൾ ഇതുവരെ കാണാത്ത വേറൊരു ലെവലാണ്. അതായത് ഒരാളുടെ ഒരു ജീവിതം തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ഒരു ജീവിതം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കും. അപ്പോൾ അത് നല്ലൊരു സിനിമാനുഭവമാണ്. അതിപ്പം ഒരു മലയാള സിനിമ എന്നോ ഇന്ത്യൻ സിനിമ എന്നോ ഒന്നുമല്ല, ഇതൊരു ലോക നിലവാരമുള്ള ഒരു മലയാള സിനിമ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങളും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വിലയിരുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.